എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 12-ാം വാക്യം. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധിയായി ഉണ്ടാകും. ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തു കളയും. ഈ കർത്താവിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ വചനങ്ങൾ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അനീതി തോന്നുന്ന ഒരു വചനമാണ്. എന്ന് പറഞ്ഞാൽ ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനെ അവനുള്ളതും കൂടെ എടുത്തു കളയും എന്ന് പറഞ്ഞാൽ ഇതൊരു അനീതിയായി തോന്നാൻ സാധ്യതയുണ്ട്. ഇതൊരു ദൈവരാജ്യത്തിൻ്റെ മർമ്മമാണ്. ദൈവരാജ്യത്തിൻ്റെ മർമ്മമെന്ന് മുൻപോട്ടുള്ള വാക്കുകളിൽ അല്ലെങ്കിൽ അതിന് പിറകിലുള്ള വാക്കുകളിൽ നമുക്ക് പഠിപ്പാൻ കഴിയുന്നുണ്ട്. എന്താണ് മർമ്മം എന്ന് പറയുന്നത്? തിരുവെഴുത്തിൽ മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് the things that was hidden in Old Testament and revealed in New Testament. പഴയ നിയമത്തിൽ മറഞ്ഞു കിടന്നിരുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നതാണ് പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മർമ്മം എന്ന് പറയുന്നത്. ഉദാഹരണം, നോഹയും കുടുംബത്തെയും പെട്ടകത്തിൽ ദൈവം രക്ഷിച്ചു. അതൊരു മർമ്മമായിരുന്നു. പുതിയ നിയമത്തിൽ പത്രോസ് അതെടുത്ത് പറയുമ്പോൾ പറയുന്നത്, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ഇത് സ്നാനത്തിന് മുൻകുറി. അതുപോലെ സഭയോടുള്ള വിഷയത്തിലും പൗലോസ് പറയുന്നു ഈ മർമ്മം വലിയത്. അപ്പോൾ പഴയ നിയമത്തിൽ മറഞ്ഞിരുന്നതും പുതിയ നിയമത്തിൽ നമുക്ക് വെളിപ്പെട്ടു തന്നതുമായ കാര്യങ്ങളാണ്. പഴയ നിയമത്തിൽ അത് മർമ്മമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്കത് വെളിപ്പെടുത്തി ദൈവം തരും. അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ അനീതി എന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. എന്താണിത് പറയുവാൻ കാരണമെന്ന് ചോദിച്ചാൽ, ദൈവരാജ്യത്തിന്റെ മഹത്വമോ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവോ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ കൃപ ലഭിച്ചവർ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ, അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ധാരാളമായി അവർക്ക് കൃപ ലഭിച്ചുകൊണ്ടേയിരിക്കും. ധാരാളമായി മർമ്മങ്ങൾ, ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അല്ല, അവരത് മൂടി വെച്ചാൽ ആ ലഭിച്ചതുകൂടെ എടുത്ത് ദൈവം എന്ത് ചെയ്യും? ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കും. അതല്ലേ കർത്താവ് പറഞ്ഞത്? വിളക്ക് കത്തിച്ച് പറയെങ്കിലല്ല വയ്ക്കേണ്ടത്. പറയെങ്കിൽ വെച്ചാൽ കുറെ സമയം ഇരിക്കും, പിന്നെ അത് അണഞ്ഞു പോകും. അത് തണ്ടിന്മേൽ എത്ര വെക്കേണ്ടത്? എല്ലാവർക്കും പ്രകാശം കൊടുക്കേണ്ടതിന്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, നമ്മളിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നാം സൂക്ഷിക്കണം. പൗലോസ് തിമോഥെയോസിനോട് പറയുന്നുണ്ട്, നിന്നുള്ള കൃപാവരം ജ്വലിപ്പിക്കണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കൃപകൾ, ദൈവിക മാർമികമായ വിഷയങ്ങൾ, അത് മൂടി വെച്ചാൽ ഉള്ളതുകൂടെ എടുത്ത്, അല്ലെങ്കിൽ ഇല്ലാത്തതായി ഉള്ളതുകൂടെ നമുക്കുള്ളതുകൂടെ എടുത്ത് ദൈവം എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് കൊടുക്കും. അത് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കും. എന്നാൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ധാരാളമായി ലഭിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് നമ്മൾ മറന്നു പോകരുത്. അതിനേക തെളിവുകൾ നമുക്ക് തിരുവെഴുത്തിൽ ഉണ്ട്. ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ട എത്രയോ ജീവിതങ്ങൾ നമുക്കറിയാമല്ലോ. പഴയ നിയമത്തിൽ ശൗലിനോടുള്ള ബന്ധത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട്, നിന്റെ രാജ്യത്വം എന്നേക്കും നിൽക്കുമായിരുന്നു, ഇനി അങ്ങനെ ആകെയില്ല. എന്നിട്ട് ശമൂവേലിനോട് പറഞ്ഞു, ഞാൻ മറ്റൊരുത്തനെ കണ്ടിരിക്കുന്നു. തന്നെ ദൈവം ഫലമേൽപ്പിച്ചിരുന്ന ആ കൃപകളോ കഴിവുകളോ
ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. തൻ്റെ ആയുസിന്റെ നല്ല സമയവും ദാവീദിന്റെ പുറകെ നടക്കുക, ദൈവേഷം ചെയ്യാനായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? മറ്റൊരു പുരുഷനെ തെരഞ്ഞെടുത്തു. നമ്മുടെ കർത്താവ് പറയുന്ന കാര്യം വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധിയായി ഉണ്ടാകും. ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തു കളയും. നമ്മിൽ ദൈവം തന്നിരിക്കുന്ന കൃപകൾ ചെറുതോ വലുതോ ആകട്ടെ, ദൈവനാമത്തിന്റെ മഹത്വത്തിനും ദൈവരാജ്യത്തിന്റെ പണിക്കും വേണ്ടി ഉപയോഗിക്കാം. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും.